ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ഹെൽത്ത് ടിപ്സും കൊണ്ട് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. പിന്നെ നമുക്ക് ടിപ്സ് ഓഫ് ഇടുക്കുന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റയിൽ ഒരു പേജുണ്ട്, അതും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ വീഡിയോയും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും വേഗത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന, നെല്ലിക്ക വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാലോ നെല്ലിക്കയുടെ ഗുണങ്ങൾ. വിറ്റാമിൻ സി ആൽ സമ്പുഷ്ടമാണ് നമ്മളുടെ നെല്ലിക്ക എന്ന് പറയുന്നത്. മുടിക്കും അതുപോലെ തന്നെ നമ്മളുടെ ത്വക്കിനും നമ്മളുടെ ബോഡി ഫുള്ള് നമുക്ക് സപ്പോർട്ട് നൽകുന്ന നല്ല നിരവധി വിറ്റാമിനുകളും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ഒരുപാട് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത്തിരി കുഞ്ഞനായിട്ടുള്ള ഈ നെല്ലിക്ക കൊണ്ട് നമ്മളുടെ ഷുഗറും നമ്മളുടെ ആസ്മ മൂലമുണ്ടാകുന്ന വിഷമതകളും നമ്മളുടെ ജലദോഷവും നമ്മളുടെ മുടി പൊഴിച്ചിലും ഒക്കെ മാറ്റാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്ന് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന നെല്ലിക്കയാണ് കേട്ടോ. നാടൻ നെല്ലിക്ക കിട്ടുവാണെങ്കിൽ അതാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് കിട്ടുന്നത് റിസൾട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നാടൻ നെല്ലിക്ക കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ നെല്ലിക്ക എടുക്കുമായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ഈ കിട്ടുന്ന നെല്ലിക്ക കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്യുക. അതിൻ്റെ പുറമേയുള്ള ആ ഒരു അഴുക്കുകളെല്ലാം പോകാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് സഹായിക്കും. ഒരു 10 മിനിറ്റോളം നമുക്ക് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചതിന് ശേഷം വേണം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 3-4 വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നമുക്കറിയാം ആസ്മ മൂലമുള്ള അതുപോലെ തന്നെ അലർജി മൂലമുള്ള ചുമയും ജലദോഷവും ഒക്കെ മാറാതെ നിൽക്കുകയാണെങ്കിൽ അത് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലവും വിറ്റാമിൻ സിയുടെ അഭാവം മൂലവുമൊക്കെയാണ് നമ്മളിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഈ വിറ്റാമിൻ സിയും വിറ്റാമിൻ ഡിയും ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയും അതുപോലെ തന്നെ അതുപോലുള്ള മീനെണ്ണ അതുപോലെയുള്ള മീൻ ഗുളികകളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ അലർജി പോലെയുള്ള ആസ്മ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം നമുക്ക് നമ്മളുടെ ഈ ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യമേ നെല്ലിക്ക ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഇതുപോലെ നന്നായിട്ട് കല്ലിൽ വെച്ചാണ് ചതച്ചെടുക്കുന്നത്. ഈ കല്ലിൽ വെച്ച് തന്നെ ചതയ്ക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. നന്നായിട്ട് നമുക്ക് നീര് മാത്രം പിഴിഞ്ഞെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയുടെ ആ ഒരു സത്ത് മാത്രം നമുക്ക് മതി കേട്ടോ. ഇനി ഞാനിത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെറിയൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തത് 3 നെല്ലിക്കയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഷുഗർ ബാലൻസ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ. ഈ ഒരു നെല്ലിക്കയുടെ ആ ഒരു സത്ത് നമ്മളെ ഒരുപാട് സഹായിക്കും. നമ്മളുടെ ശരീരത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളെയും നമ്മളുടെ ഗ്ലൂക്കോസിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഈ നെല്ലിക്കയുടെ സത്ത് ഒരുപാട് സഹായിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഒരു 3 നെല്ലിക്കയൊക്കെ ഒന്ന് ചതച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സമയമൊന്നും എടുക്കുന്ന കാര്യമല്ല. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ റെഡിയാക്കി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഉപയോഗിക്കാനേ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ വേണ്ട സമയത്ത് ഉണ്ടാക്കുക, കുടിക്കുക. വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഉത്തമം. കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ വെറും വയറ്റിൽ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നമ്മളുടെ മഞ്ഞളുണ്ടല്ലോ, ആ മഞ്ഞളോടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾ നല്ല രീതിയിൽ നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞളായിരിക്കണം. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഓർഗാനിക്കായിട്ട് മഞ്ഞൾപ്പൊടി നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അങ്ങനെയുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾ നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമുക്ക് പൊടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഈ വക കാര്യങ്ങൾക്കൊക്കെ വളരെയധികം നല്ലതാണ്. ഇപ്പം ഒരുപാട് കെമിക്കലൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് മഞ്ഞളിനകത്തൊക്കെ. അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഹെൽത്തിന് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ചെറിയൊരു കമർപ്പുണ്ട്, എന്നാലും സാരമൊന്നുമില്ല. നല്ല രീതിയിൽ നമ്മളുടെ ശരീരത്തിന് ഒരുപാട് ഗുണം നൽകും. അതുപോലെ തന്നെ നമ്മളുടെ രാവിലെയുള്ള ഗ്യാസ് ട്രബിൾ മാറാനും വളരെയധികം നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹെയറിന് വേണ്ടിയിട്ടും നമ്മളുടെ ത്വക്കിന് വേണ്ടിയിട്ടും, അതായത് നമ്മുടെ ശരീരത്തിനെ മുഴുവനായിട്ടും സപ്പോർട്ട് ചെയ്യുന്നൊരു ഡ്രിങ്കാണിത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില വേണം, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം, പിന്നെ 3 നെല്ലിക്കയും വേണം. സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഞാനിവിടെ നെല്ലിക്ക നല്ല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഇഞ്ചിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. ഇതിനകത്ത് ചേർക്കുന്ന ഇഞ്ചി ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കറിവേപ്പിലയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഈ കുറച്ചും കൂടി ഒന്ന് കുറച്ചൊന്നോർത്തും സാരമില്ല കേട്ടോ. അപ്പം ഞാൻ എടുക്കുന്നത് ഈ ഒരു അളവിലുള്ളതാണ്. നെല്ലിക്കയുടെ കുരു നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന്
അതിൻ്റെ ആ ഒരു കുരുവൊക്കെ നമ്മൾക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുത്തു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ നെല്ലിക്ക കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. എനിക്കും സ്വാഭാവികമായിട്ട് നെല്ലിക്ക അങ്ങനെ അത്ര ഇഷ്ടമുള്ള ആളല്ല, പച്ചയ്ക്ക് കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് കഴിക്കുന്ന കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നുറുക്കിയെടുത്ത നമ്മളുടെ നെല്ലിക്ക നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് ആഡ് ചെയ്യേണ്ട വെള്ളം എങ്ങനെയാണെന്ന് നോക്കാം. വെള്ളം ഞാൻ എടുക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജലദോഷമോ അല്ലെന്നുണ്ടെങ്കിൽ വയറിനൊരു കംഫർട്ട് അല്ലാത്ത ഒരു രീതിയും വരത്തില്ല. അതുപോലെ തന്നെ ജലദോഷവും ചുമയൊന്നും പിടിക്കത്തില്ല. ചിലവർക്ക് ഈ ഒരു ആസിഡിറ്റി മൂലമുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപയോഗിച്ച് നോക്കുക, ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ. തിളപ്പിച്ച് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഇനി കുടിക്കേണ്ട രീതി നോക്കാം. ഇപ്പം ഞാനിതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഞാനിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ പിങ്ക് സാൾട്ട് ഉണ്ടല്ലോ, പിങ്ക് സാൾട്ടാണ്. ഇത് നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ വളരെയധികം നല്ലതാണ്. ഇത് നമ്മളുടെ റോക്കിൽ നിന്ന് എടുക്കുന്ന സാൾട്ടാണ് കേട്ടോ. ഇതിനകത്ത് ധാരാളം മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഉപയോഗിക്കാൻ വളരെയധികം നല്ലതാണ്. ഇതുപോലെ സാലഡ് ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഈ പിങ്ക് സാൾട്ട് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും പിങ്ക് സാൾട്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. നമ്മൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിനാക്കിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരു 150 ml തൊട്ട് 240 ml ഒക്കെ വരെ നമുക്ക് ഒരാൾക്ക് കുടിക്കാവുന്നതാണ്. വളരെയധികം നല്ലതാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുമല്ലോ. മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.